നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാൽസ്യത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ ലഭ്യതക്കുറവ് ഒരുപാട് ലക്ഷണങ്ങൾ വാഴയിൽ കാണിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങളെന്നും അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ ലക്ഷണമെന്ന് പറഞ്ഞാൽ ഇല ചുരുണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ ചുരുളലിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ അയൺ ചെയ്യുമ്പം ചൂട് കൂടുതലാണെങ്കിൽ നമ്മൾ തേക്കുന്ന തുണി ഒരു ചെറുതായിട്ടൊന്ന് ചുരുങ്ങി വരും അല്ലേ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ചുരുങ്ങിയിട്ടായിരിക്കും കാണുക. അപ്പോൾ അങ്ങനെ ചുരുങ്ങിയിട്ട് കാണുന്ന ഒരു ഇല ചുരുളലാണ് നമ്മുടെ വാഴയ്ക്ക് കാണുന്നതെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, വാഴയ്ക്ക് ആവശ്യത്തിനുള്ള കാൽസ്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല, മണ്ണിൽ ഒട്ടും തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ഇലകൾക്ക് നല്ല കട്ടി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കാറ്റത്ത് പെട്ടെന്ന് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് സാധാരണ ഒരു വാഴയിലയിൽ ഉണ്ടാകുന്നതിനേക്കാളും അധികമായിട്ട് കീറലുകൾ നമുക്ക് കാണാം. ഇതൊക്കെ കാൽഷ്യം ഡെഫിഷ്യൻസിയുടെ പ്രാരംഭഘട്ടത്തിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. ഇത് കഴിഞ്ഞ് കുറച്ച് രൂക്ഷമായിട്ടുള്ളൊരവസ്ഥയിലാണെങ്കിൽ പുതുതായിട്ട് വരുന്ന നാമ്പുകളുണ്ടല്ലോ, അത് മഞ്ഞളിച്ച് കാണുകയും ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ നാമ്പുകൾ കരിഞ്ഞും പോകും. അപ്പോൾ ഇങ്ങനെ കരിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ചെടി കുരുണ്ട് നിൽക്കുന്നതായിട്ടായിരിക്കും കാണുക. അതായത് വളർച്ച മുരടിച്ച് നിൽക്കും. അത് കാണുമ്പോൾ നമുക്ക് തോന്നും കുറുനാമ്പ് രോഗമായിരിക്കാമെന്ന്. പക്ഷേ കുറുനാമ്പ് രോഗം കൊണ്ട് ഇങ്ങനെ വളർച്ച മുരടിക്കാറുണ്ട്. പക്ഷേ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാരണവും ഇതേപോലെ കുരുണ്ട് നിൽക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ലക്ഷണങ്ങൾ കണ്ടിട്ട് വേണം ഇത് കാൽസ്യം ഡെഫിഷ്യൻസി കൊണ്ടാണോ ഇത് ഉണ്ടായിരിക്കുന്നത്, അതോ കുറുനാമ്പ് രോഗം തന്നെയാണോ എന്നുള്ളത് ലക്ഷണങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇലകളിൽ ചുരുളലോ പിന്നെ ഒരുപാട് കീറലുകളുണ്ടെങ്കിലോ മഞ്ഞളിപ്പ് ചെറുതായിട്ടുണ്ടെങ്കിലോ ഒക്കെ നമ്മൾ കാൽസ്യം ഡെഫിഷ്യൻസിയുടെ ഒരു പോസിബിലിറ്റി അവിടെ കണ്ടുകൊണ്ട് കാൽസ്യം കൊടുക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 കിലോഗ്രാം കുമ്മായം ചെടിക്ക് കൊടുക്കുക. അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ 4 തവണകളായിട്ടാണ്. അതായത് ഒരു തവണ 250 ഗ്രാം കുമ്മായം ചെടിയുടെ ചുവട്ടിൽ കൊടുക്കുക. എന്നിട്ട് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും പിന്നെയും ഒരു 250 ഗ്രാം കൊടുക്കുക. അങ്ങനെ 1 കിലോ കുമ്മായം ഒരു വാഴയ്ക്കെന്നുള്ള നിലയിൽ കൊടുക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഫോസ്ഫറസ് വളങ്ങൾ ധാരാളമായിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഫോസ്ഫറസ് വളങ്ങൾ വാഴയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാൽസ്യത്തിൻ്റെ അഭാവം ആ വാഴകളിൽ കാണിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശുപാർശ ചെയ്യപ്പെടുന്ന അത്രയും മാത്രം ഫോസ്ഫറസ് വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ധാരാളമായിട്ട് ഫോസ്ഫറസ് വളങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക കേട്ടോ. ചില സാഹചര്യങ്ങളിൽ ബോറോൺ എന്ന് പറഞ്ഞ വേറൊരു സൂക്ഷ്മ മൂലകമുണ്ട്. അതിൻ്റെ ലഭ്യത കുറവ് കൊണ്ടും കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് ചെടികൾ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബോറാക്സ് അതൊരു 10 ഗ്രാം ഓരോ വാഴയ്ക്കും കൊടുക്കുക, ചോട്ടിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ബോറോണിൻ്റെ അഭാവം നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്നിട്ടും ഈ ചെടികളിൽ ചുരുളലും കീറലും ഒക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ കാൽസ്യം ഇതേപോലെ, അതായത് കുമ്മായം 1 കിലോ 4 തവണകളായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വാഴക്കൃഷിയിൽ നമ്മൾ വളരെ തുച്ഛമായിട്ടുള്ള പൈസ ഇതിന് ഇറക്കുകയാണെന്നുണ്ടെങ്കിലും ഈ കാൽസ്യത്തിൻ്റെയും ബോറോണിൻ്റെയും എല്ലാം കറക്റ്റായിട്ടുള്ള ലഭ്യത വലിയ രീതിയിൽ തന്നെയാണ് ഈ കൊല ഉണ്ടാകുന്ന സമയത്ത് പ്രതിഫലിക്കുന്നത്. അതായത് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ ആവശ്യമുള്ള സമയത്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ലാഭകരമായിട്ട് വാഴ കൃഷി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ വാഴ കൃഷി നല്ല രീതിയിൽ നടത്തണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ആദായം വാഴയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.